Hi friends, SN Creations by Thahi എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി നമുക്ക് വീണ്ടും ഒരു V-neck പാറ്റേൺ ചെയ്യാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഒരു V-neck പാറ്റേൺ ചെയ്തായിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു കേട്ടോ അതിന് കിട്ടിയത്. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു V-neck പാറ്റേൺ ആണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് വേണ്ട മെറ്റീരിയൽ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ 2 മെറ്റീരിയൽ മാത്രം മതി കേട്ടോ. അതാണ്ട് ഇതുപോലെയുള്ള ആന്റി കളർ കട്ട് ബീഡ്സും ഇതുപോലെയുള്ള ഗ്രീൻ കളർ കട്ട് ബീഡ്സും ഈ 2 കളർ കട്ട് ബീഡ്സ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി V-neck ഡിസൈൻ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പാറ്റേണിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പറഞ്ഞുതരാം. ഇതിന്റെ സെന്ററിൽ നമ്മൾ ഇതുപോലെ ഒരു ഗ്രീൻ കളർ കട്ട് ബീഡ് വെക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 5 കട്ട് ബീഡ് വെക്കുന്നുണ്ട്. പിന്നെ ഈ വലിയ റൗണ്ട് ഇല്ലേ, അവിടെ നമുക്ക് 2 കട്ട് ബീഡ് വീതം ചെറിയ ചെറിയ ലൈൻ പോലെ ചെയ്തു പോരാവേ. പിന്നെ ഇവിടെ നമുക്ക് ലീഫാണ് കേട്ടോ, ഒരു 3 or 4 പെറ്റൽ ചെയ്തിട്ടൊരു ലീഫാണ് ചെയ്യുന്നത്. ഈ ഇടയ്ക്കിടയ്ക്ക് ഈ ഡോട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ സ്പ്രെഡിങ് ആണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മെറ്റീരിയലിൽ മാർക്ക് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഞാനൊരു പാറ്റേൺ ഇവിടെ ഡ്രോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന്റെ പാറ്റേൺ ഇവിടെ മെറ്റീരിയലിൽ ഡ്രോ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണെന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ മെറ്റീരിയലിലും അതുപോലെ V-neck എത്ര നമ്മുടെ നെക്ക് വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ മാർക്ക് ചെയ്യുക. ഒരു V-neck പാറ്റേൺ ഡ്രോ ചെയ്യുക. ഞാൻ ഇതുപോലെ തന്നെ നമ്മുടെ പേപ്പറിൽ ഡ്രോ ചെയ്തതുപോലെ മെറ്റീരിയലിലും ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മെറ്റീരിയലിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു 1/2 ഇഞ്ച് ഇതുപോലെ സീം അലവൻസ് വിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമ്മളിപ്പം പ്ലെയിൻ മെറ്റീരിയലാണ് ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് നെക്ക് ചെയ്യേണ്ടതെന്ന്. ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വിട്ട് നമ്മൾ പ്രഷർ ഫുഡ് മാറ്റി വേണം നമ്മളിതുപോലെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നോർമൽ പ്രഷർ ഫുഡ് ഇട്ട് സ്റ്റിച്ച് ചെയ്യരുത്. നമ്മൾ ചെയ്ത ബീഡ്സ് പൊട്ടിപ്പോരും. അതുപോലെ സൈഡ് കറക്റ്റ് ആ ഫിനിഷിങ്ങിൽ കിട്ടത്തുമില്ല. അപ്പം നമുക്ക് ഈ റൗണ്ട് ഭാഗം ഇല്ലേ, ഇവിടെ മൊത്തം ഇതുപോലുള്ള ഗ്രീൻ കളർ ബീഡ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഈ ലീഫ് ഫുള്ളും നമുക്ക് ആന്റി കളർ കട്ട് ബീഡാണ് യൂസ് ചെയ്യുന്നത്. സ്പ്രെഡിങ്ങും ആന്റി കളറാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിവിടെ ഒരു കട്ട് ബീഡ് സെന്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ കവർ ചെയ്ത് ഒരു 5 കട്ട് ബീഡ് വെച്ച് കൊടുക്കാം. കണ്ടല്ലോ. അപ്പോൾ ഇതിനെ കവർ ചെയ്ത് 5 കട്ട് ബീഡ് കൊടുത്തിട്ടുണ്ട്. ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 2 കട്ട് ബീഡ് വീതം ചെയ്ത് പോരെയാണ് വേണ്ടത് കേട്ടോ. ഇനി ചെയ്യുന്നത് കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുവേ. കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ള് റൗണ്ടിന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ ഒരു ലീഫ് പാറ്റേൺ ആണ് ചെയ്യേണ്ടത് കേട്ടോ. നമ്മളിവിടെ ലീഫിന്റെ ഇത് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 3 കട്ട് ബീഡ് ഇവിടെ വെച്ച് കൊടുക്കുക. കുറച്ച് താഴ്ത്തി ഇവിടെ 3 കട്ട് ബീഡ്, ഇങ്ങനെ 3 ലെയറായിട്ട് നമുക്ക് ലീഫ് ചെയ്തെടുക്കാവേ. ഇതുപോലെ നമ്മൾ കട്ട് ബീഡ് കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ കുറച്ച് ഏരിയസിൽ നമ്മൾ ഇതുപോലെ സ്പ്രെഡിങ് കൊടുത്തിട്ടില്ലേ, അവിടെ നമുക്ക് കട്ട് ബീഡ് വെച്ച് തന്നെ ചെറിയൊരു സ്പ്രെഡിങ് കൊടുക്കാവേ.
ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ വർക്ക് വരുന്നത്. കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫ്ലവർ ചെയ്യുക, പിന്നെ അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ലീഫ് ചെയ്യുക, പിന്നെ സ്പ്രെഡിങ് കൊടുക്കുക. നമ്മൾ ഈ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ 5 ലീഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്കി എല്ലാ റൗണ്ട്സിലും നമ്മൾ 3 ലീഫാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പാറ്റേൺ കണ്ടാൽ മനസ്സിലാവും. ഈ റൗണ്ടിന് ചുറ്റും നമുക്ക് 5 ലീഫ്, 1 2 3 4 5 5 ലീഫ്, ബാക്കി എല്ലാത്തിലും 3 ലീവ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഫുള്ളും ചെയ്തെടുക്കാം. നമുക്ക് ഇതിന്റെ ഫൈനൽ വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇതുപോലെ വരുന്നത്. കണ്ടോ, നല്ല ഭംഗിയുള്ള റെഡ് കളർ മെറ്റീരിയലിൽ നമ്മളിതുപോലെ ഗ്രീനും ആൻറ്റി ഗോൾഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഗ്രീൻ കട്ട് ബീഡ് വെച്ചിട്ട് ആ ഫ്ലവർ ഫുള്ള് ചെയ്തിരിക്കുന്നത്. നമ്മൾ ആൻറ്റി കളർ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് നമ്മൾ ലീഫ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വി നെക്കിൽ നല്ല ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഐഡിയയും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. Creations by Thahi എന്ന പേരിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.